Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. News എടുത്ത് നോക്കി എല്ലാവരും. Yes, ma'am. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ബാച്ച് നമ്പർ വരെയാണ് അല്ലെ മിസ് എടുത്ത് നിർത്തിയത് അല്ലെ? ബാച്ച് നമ്പർ വരെ എടുത്ത് നിർത്തി അല്ലെ? നെക്സ്റ്റ് പാക്കിംഗ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, മരുന്നുകള് പല രീതിയിൽ പാക്ക് ചെയ്താണ് അല്ലെ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഗുളികകള്, ടാബ്ലറ്റ്സുകള്, ക്യാപ്സൂൾസുകൾ ആണെങ്കിലും പല രീതിയിലല്ല പാക്ക് ചെയ്ത് കിട്ടുന്നത്. ബ്ലിസ്റ്റർ പാക്കിംഗ് ഉണ്ട്, അലുമിനിയം പാക്കിംഗ് ഉണ്ട് അല്ലെ, പേപ്പർ പാക്കിംഗ് ഉണ്ട് അല്ലെ, സ്ട്രിപ്സുകളായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലെ. ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ? അതേപോലെ എന്താണ് നമ്മുടെ ഓയിൽമെന്റുകള് അല്ലെങ്കിൽ സിറപ്പുകള് അല്ലെ, ഇഞ്ചക്ഷൻസും പല രീതിയിലാണ് അല്ലെ പാക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. നോക്കാം, നമുക്ക് എളുപ്പമാണ് കേട്ടോ. Packing of drugs, whether it is tablet, capsule, an injection, an oral suspension, a syrup, an ointment, or an eye drop is packed differently. എന്താണ് നമ്മുടെ ഡ്രഗ്സുകളുടെ പാക്കിംഗ്? ടാബ്ലറ്റുകള്, ക്യാപ്സൂൾസുകള്, ഇൻജക്ഷൻസ്, ഓറൽ സസ്പെൻഷൻസ് അല്ലെ, ഓറലായിട്ട് നമ്മൾ ലിക്വിഡ് ഫോമിൽ ഉപയോഗിക്കുന്ന മരുന്നുകള്, സിറപ്പുകള്, ഓയിൻമെന്റുകള്, ഐ ഡ്രോപ്സുകൾ അല്ലെ, നമ്മുടെ ഓഫ്താൽമോളജി സെക്ഷനിൽ നമ്മുടെ കണ്ണിലൊക്കെ ഒഴിക്കുന്ന ഐ ഡ്രോപ്സുകളൊക്കെ എന്താണ് പല രീതിയിലാണ്, ഡിഫറെന്റ്ലി പല രീതിയിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. ടാബ്ലറ്റ്സ് ആർ നോർമലി പാക്ക്ഡ് ഇൻ സ്ട്രിപ്പ് ആൻഡ് ബ്ലിസ്റ്റർ പാക്കിംഗ്. ടാബ്ലറ്റ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സ്ട്രിപ്പുകൾ രൂപത്തിലും ബ്ലിസ്റ്റർ പാക്കിങ്ങിലുമാണ് കാണപ്പെടുന്നത്. എ സ്ട്രിപ്പ് വിത്ത് പേപ്പർ ഓർ അലുമിനിയം ഓർ നമ്മുടെ സ്ട്രിപ്പ് തന്നെ എന്താണ് പേപ്പർ സ്ട്രിപ്പുകളോ അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പുകളോ രൂപത്തിൽ കാണപ്പെടുന്നു. ഓർ എ സ്ട്രിപ്പ് വിച്ച് ഈസ് കോൾഡ് പേപ്പർ സ്ട്രിപ്പ്. സിറപ്പ് എന്നല്ല കേട്ടോ, സ്ട്രിപ്പ് എന്നാണ് അവിടെ. അലുമിനിയം സ്ട്രിപ്പ്, പേപ്പർ ഓർ അലുമിനിയം സ്ട്രിപ്പ് എന്നാണ്. ഓർ എ ഇല്ല, അത് ക്യാൻസൽ ചെയ്ത് കളയാം. Which is called a paper strip. A packing of 10 aluminum strip packing of 10 അല്ലെ, നമ്മുടെ ഈ ഒരു പേപ്പർ സ്ട്രിപ്പില് അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പില് എത്ര ഗുളികകള്, എത്ര ടാബ്ലറ്റുകൾ നമ്മൾ കാണാറുണ്ട് ഒരു പാക്കിങ്ങില്? 10 എണ്ണം അല്ലെ 10 ഗുളികകളല്ലേ ഒരു സ്ട്രിപ്പിൽ കണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ എന്താണ് സ്ട്രിപ്പുകള് എന്താണ് അലുമിനിയം സ്ട്രിപ്പോ അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്പിലോ കാണപ്പെടുന്നത്. ഈ ഒരു സ്ട്രിപ്പില് 10 ടാബ്ലറ്റ്സുകള് അല്ലെങ്കിൽ ക്യാപ്സൂൾസുകളാണ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബ്ലിസ്റ്റർ ഈസ് ഓൾസോ പാക്ക്ഡ് ഇൻ ട്രാൻസ്പെറന്റ് മെഡിസിൻ ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലുമിനിയം ബോട്ടം അല്ലെ. ബ്ലിസ്റ്റർ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ഗുളിക നമുക്ക് എന്താണ് ട്രാൻസ്പെറന്റ് ആയിട്ട് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. കൂടാതെ അതിന്റെ അടിയിൽ എന്താണ് അലുമിനിയം ബോട്ടം ആയിട്ടായിരിക്കും കവർ ചെയ്ത് വരുന്നത്. കണ്ടിട്ടില്ലേ നമ്മുടെ ക്യാപ്സൂളുകളൊക്കെ വരുന്നത് അല്ലേ? ബ്ലിസ്റ്റർ പാക്കിംഗ് എന്താണ് ട്രാൻസ്ലസന്റ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരിക്കും. കൂടാതെ ഇതിന്റെ അടിയിൽ ബോട്ടത്തില് അലുമിനിയം കവറിംഗ് കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ട്രിപ്പുകളും എന്താണ് ബ്ലിസ്റ്റർ സ്ട്രിപ്പിങ്ങിലും നമ്മുടെ ഗുളികകള്, ടാബ്ലറ്റ്സുകള് വരുന്നുണ്ട്. Capsules are now also packed in the same style of strip and blister as detailed above. അല്ലെ, അതേപോലെ തന്നെ ക്യാപ്സൂളുകളും എന്താണ് നമ്മുടെ മരുന്ന് ഗുളികകൾ പോലെ തന്നെ ക്യാപ്സൂളുകളും എങ്ങനെയാണ് ടാബ്ലറ്റ്സുകൾ പോലെ തന്നെ ക്യാപ്സൂൾസുകളും ഇങ്ങനെ പേപ്പർ സ്ട്രിപ്പിലോ അല്ലെങ്കിൽ എന്താണ് ബ്ലിസ്റ്റർ പാക്കിങ്ങിലോ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. Both capsules and tablets are also packed in customer bottle packing of 30 or 100 etc. അല്ലെ, അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സൂൾസുകള് അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകൾ എങ്ങനെയാണ് കസ്റ്റമർ ബോട്ടില് വരുന്നുണ്ട് അല്ലെ. ഒരു കസ്റ്റമർ ബോട്ടില് 30 മുതൽ അല്ലെങ്കിൽ എന്താണ് 100 വരെയുള്ള ക്യാപ്സൂൾസുകളോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകളോ ഉൾക്കൊള്ളുന്നു. ഇപ്പൊ നമ്മുടെ ഈ വിറ്റാമിൻ ഗുളികകളൊക്കെ കണ്ടിട്ടില്ലേ ബോട്ടിലിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ആസ്മ പേഷ്യന്റ് ഒക്കെ വലിക്കുന്ന ഗുളികകളുണ്ട് അല്ലെ. ഒരു മെഷീനിൽ ഇട്ടിട്ട് വലിക്കുന്ന ഗുളിക കണ്ടിട്ടുണ്ടോ?
അസ്താലിൻ റോട്ടർ ക്യാപ്പ് എന്ന് പറയും. അപ്പൊ അതൊക്കെ എന്താണ് ഒരു ഇതുണ്ടോ ഇങ്ങനെയുള്ള ഒരു ബോട്ടില് 30, ചില ബോട്ടില് 30 എണ്ണം ആയിരിക്കാം, ചിലതിൽ 50 എണ്ണം, ചിലതിൽ 100 വരെ ഗുളികകൾ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? 30 or 100 etc. For example, vitamin E tablets, Astalin, Rotacap, etc. എന്താണ് ഇത്തരം ബോട്ടിൽ കസ്റ്റമർ ബോട്ടിൽ പാക്കിങ്ങിന് എക്സാമ്പിൾ ആണ് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സിന്റെ ബോട്ടിൽസ്, അസ്താലിൻ, റോട്ടാക്യാപ്സ് എക്സെട്ര. അല്ലെ എന്താണ് ഈ ആസ്മ പേഷ്യന്റ് ഒക്കെ ഒരു മെഷീനിൽ ഇട്ടിട്ട് ഒരു ഗുളികിട്ട് വലിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റോട്ടാക്യാപ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇഞ്ചക്ഷൻ ആർ പാക്ക്ഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽ ആസ് വിയൽസ്. അല്ലെ എന്താണ് നമ്മുടെ ഇഞ്ചക്ഷൻസ് ഗ്ലാസ് ബോട്ടിലാണ് അല്ലെ, കുപ്പികളിലെ ബോട്ടിൽസിലാണ് കാണപ്പെടുന്നത്. ഓറൽ സസ്പെൻഷൻസ് ഇൻ പൗഡർ ഫോം packed in plastic and glass bottles, whereas syrup and liquid suspensions are supposed to be packed in glass bottles and plastic bottles. അല്ലെ ഓറൽ സസ്പെൻഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആന്റിബയോട്ടിക്സ് തരാറില്ലേ, അസിത്രോമൈസിൻ അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പൗഡർ രൂപത്തിലായിരിക്കും അല്ലെ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും സ്റ്റെറൈൽ വാട്ടർ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളോ അതല്ലെങ്കിൽ അതിലെ കൂടി തന്നെ വെള്ളം ഉണ്ടാവും അല്ലെ, വാട്ടർ ഉണ്ടാവുമല്ലോ ചില ആന്റിബയോട്ടിക്സുകളിൽ കൂടെ. അപ്പൊ അത് ഒഴിച്ചിട്ടാണ് അല്ലെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മരുന്നുകൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? പ്ലാസ്റ്റിക് ബോട്ടിലിലോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ എന്താണ് ചില ആന്റിബയോട്ടിക്സുകൾ എന്താണ് നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ചില മരുന്നുകൾ എന്താണ് ഗ്ലാസ് ബോട്ടിലിൽ വരാറുണ്ട്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇത്തരം മരുന്നുകൾ നമ്മ പൗഡേഴ്സ് രൂപത്തില് വരുന്നത് അതെന്താണ് നമ്മൾ സിറപ്പുകളാക്കി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഓറൽ സസ്പെൻഷൻസ് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ കാണപ്പെടുന്നു. കൂടാതെ നമ്മൾ ലിക്വിഡ് സസ്പെൻഷൻസ് എന്താണ് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, കഫ് സിറപ്പുകള്, മറ്റു മരുന്നുകളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള അയൺ മരുന്നുകളൊക്കെ ഉണ്ട് അല്ലെ ലിക്വിഡ് രൂപത്തില്. അപ്പൊ ഇത്തരത്തിലുള്ള മരുന്നുകള് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ ആണ് കാണപ്പെടുന്നത്. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് സജസ് ഓയിൽ ആർ പാക്ക്ഡ് ഇൻ ഗ്ലാസ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പുറമെ ഉപയോഗിക്കുന്ന ഓയിൽസ് ഒക്കെ എങ്ങനെയാണ് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും കാണപ്പെടുന്നത്. Other external application like ointments packed in plastic or aluminum tubes. നമ്മുടെ ഓയിൻമെന്റുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അലുമിനിയം ട്യൂബ്സിലാണ് അല്ലെ. ഗ്ലാസ് ട്യൂബ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അലുമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബ്സിലാണ് അല്ലെ കാണപ്പെടുന്നത്. വലിയ മുറിവുകൾ പറ്റുന്ന അവിടെ പരത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് വേദനയ്ക്കൊക്കെ പരത്തുന്ന ഓയിൻമെന്റ്സുകൾ അല്ലെ. അപ്പൊ ഇത്തരം ഓയിൻമെന്റ്സുകൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം ട്യൂബ്സിലാണ് കാണപ്പെടുന്നത്. The tablets or capsules are typically packed 1 into 10 and such 10 strips or blisters are packed again in customer packing. ഒരു കസ്റ്റമർ പാക്കിങ്ങില് നമ്മുടെ 10 സ്ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. ഒരു സ്ട്രിപ്പിൽ എത്ര ഗുളികയാണ് ഉണ്ടാവുന്നത്? 10 എണ്ണം അല്ലേ. ഒരെണ്ണത്തില് 10 ഗുളികയല്ലേ. ക്യാപ്സൂള് അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള 10 സ്ട്രിപ്പുകളായിരിക്കും ഒരു കസ്റ്റമർ പാക്കിങ്ങില് വരുന്നത്. ഒരു ബോക്സില് ചെറിയൊരു ബോക്സില് 10 സ്ട്രിപ്പുകളായിരിക്കും വരുന്നത്. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകള്, ക്യാപ്സൂൾസുകള്, ഇഞ്ചക്ഷൻസ്, ഓറൽ സസ്പെൻഷൻസ്, സിറപ്പ്, ഓയിൽമെന്റ്, ഐ ഡ്രോപ്സുകളൊക്കെ എന്താണ് പല രീതിയിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. നമ്മുടെ ടാബ്ലറ്റ്സുകള്, ക്യാപ്സൂൾസുകളൊക്കെ എന്താണ് പേപ്പർ സ്ട്രിപ്പിലോ അതല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പിലോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ പാക്കിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ബ്ലിസ്റ്റർ പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ലേ. കണ്ടിട്ടില്ലേ ക്യാപ്സൂളുകൾ നീല കളറിൽ ഓറഞ്ച് കളറിൽ കണ്ടിട്ടില്ലേ നമ്മ? അതിന്റെ അടിയിൽ എന്തുണ്ടായിരിക്കും? അലുമിനിയം ബോട്ടമായിട്ട് അലുമിനിയം കവറിങ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബ്ലിസ്റ്റർ പാക്കിങ് നമ്മുടെ കൂടാതെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന
വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ് അതല്ലെങ്കിൽ അസ്താലിൻ റോട്ട ക്യാപ്സുകൾ അങ്ങനെയുള്ള ഗുളികകൾ എന്താണ് കസ്റ്റമർ ബോട്ടിൽ പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബോട്ടിലിൽ 30 മുതൽ 100 വരെയുള്ള ക്യാപ്സുകളുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഓറൽ സസ്പെൻഷൻസ് പൗഡേഴ്സ് ആന്റിബയോട്ടിക്സുകൾ നമ്മൾ ലിക്വിഡ് രൂപത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിലോ അതല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലാണ് കാണപ്പെടുന്നത്. കൂടാതെ നമ്മൾ ഓറൽ ആയിട്ട് ഉപയോഗിക്കുന്ന കഫ് സിറപ്പുകൾ മറ്റു മരുന്നുകളൊക്കെ എന്താണ് ഗ്ലാസ് ബോട്ടിൽ ഓർ പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊക്കെയാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന ഓയിലുകളൊക്കെ എന്താണ് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ ആയിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഓയിൽമെന്റുകൾ പ്ലാസ്റ്റിക് ഓർ അലുമിനിയം ട്യൂബ്സിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒരു കസ്റ്റമർ പാക്കിങ്ങിൽ 10 സ്ട്രിപ്പുകളാണ് ഉൾപ്പെടുന്നത്. ഒരു സ്ട്രിപ്പില് 10 ഗുളികകൾ 10 ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ 10 ക്യാപ്സൂളുകളോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ ഇത്? ഓക്കെ ആണോ? നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് അല്ലേ? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ നിങ്ങൾക്ക്? ഇല്ലേ? അക്രഡിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ ആതിര മിസ് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അപ്പൊ മിസ് പറഞ്ഞിരുന്നു മിസ് എടുക്കുന്നത് അതിലെ JCI എന്നുള്ള സെക്ഷൻ മിസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്പി ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ഒരു 2 മിനിറ്റ്, എന്നിട്ട് മിസ് അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ചാപ്റ്റർ. നെക്സ്റ്റ് നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്തത് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ ആണോ? നോക്കിക്കഴിഞ്ഞോ? ഓക്കെ,
നമ്മ ജോയിന്റ് കമ്മീഷൻ നമ്മ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? നമ്മ എന്താണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബിൽ ഒരു ചെറിയ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിലും പഠിച്ചിട്ടുണ്ട് അല്ലെ ഡിപ്ലോമയില്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ JCI പ്രവർത്തിക്കുന്നത്? എന്താണ് നമ്മുടെ JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ് JCI? എങ്ങനെയാണ്, നാഷണൽ ലെവലിലാണോ പ്രവർത്തിക്കുന്നത് അതോ ഇന്റർനാഷണൽ ലെവലിലാണോ JCIയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? എങ്ങനെയാണ്? ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ? ഇന്റർനാഷണൽ ലെവലിലാണ്. നമ്മുടെ JCIയുടെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലെ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് നമ്മുടെ ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില്. ആണോ? ആണ് അല്ലേ? നമ്മുടെ JCI എന്ന് പറയുന്നത് എന്താണ്? US ബേസ്ഡ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റബിൾ അക്രഡിറ്റേഷൻ ബോർഡ് ആണ് അല്ലെ. അവരെന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? അല്ല അല്ലെ. ഒരു ലാഭേച്ഛയും ഇല്ലാത്ത അല്ലെ, അവരെന്തുമാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഗുണനിലവാരമുള്ള പരിചരണവും അല്ലെ. ഇവര് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റും അക്രഡിറ്റേഷനും മാത്രമാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. JCI ക്വാളിറ്റി അക്രഡിറ്റേഷൻ മാത്രമാണോ? നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ലാബിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇല്ല അല്ലെ? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നുണ്ട് അല്ലെ, പബ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ JCIയുടെ അല്ലെ. ആണോ? നെക്സ്റ്റ് പറയുന്നത് പിന്നെന്താണ്? നമ്മുടെ JCI ഓരോ 3 വർഷം കഴിയുമ്പോഴും അല്ലെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്ത് നടത്തുന്നുണ്ട്? ഓൺസൈറ്റ് സർവേ നടത്തുന്നുണ്ട് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ പെർഫോമൻസ് അല്ലെ, ക്വാളിറ്റി കെയർ, അവിടുത്തെ പേഷ്യന്റിന്റെ സേഫ്റ്റിയിലെ നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകള് വിലയിരുത്തിയതിന് ശേഷം, ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത് അല്ലെ. ആണോ? റീ അക്രഡിറ്റേഷൻ നൽകുന്നത് ആണോ? ആണ്. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ JCI 8 തരത്തിൽപ്പെടുന്ന അല്ലെ 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്കാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. ഹോസ്പിറ്റലിന് മാത്രമാണോ അക്രഡിറ്റേഷൻ നൽകുന്നത്? ആണോ? JCI നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റലിന് മാത്രമാണോ? അല്ല. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് അല്ലെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഏതൊക്കെയാണത്? ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നു. രണ്ടാമത്തേത് എന്താണ്? അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് ഹോസ്പിറ്റൽ അല്ലെ, നമ്മുടെ MBBS അല്ലെ, അങ്ങനെയുള്ള കൊടുക്കുന്ന അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. പിന്നെ എന്താണ്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് അല്ലെ, ക്ലിനിക്കുകള്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ അല്ലെ, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് ബേസിസ് സെറ്റിംഗ്സിൽ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ, ലബോറട്ടറീസിനും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഹോം കെയർ ഫെസിലിറ്റീസ് അല്ലെ. ആണോ? മറന്നുപോയോ അതൊക്കെ? പിന്നെന്താണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അല്ലെ. നമ്മൾ ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലോ. പാലിയേറ്റീവ് കെയർസ്, നഴ്സിംഗ് ഹോമുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റീസിന് നമ്മുടെ JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലെ, എയർ ആംബുലൻസ് അങ്ങനെയുള്ള മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ, പ്രാഥമിക
റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഇതിൽ പെടുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ആണ് അല്ലെ. ജെറിയാട്രിക് ഹെൽത്ത് സെന്റേഴ്സ്, മെന്റൽ ഹോസ്പിറ്റൽസ്, ലോങ് ടേം ഹോസ്പിറ്റൽ ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ JCI അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടല്ലോ, ഓർമ്മ കിട്ടിയില്ലേ? ഓർമ്മ നമ്മൾ പുതുക്കിയില്ലേ? നമ്മുടെ JCI എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലെവലില് രാജ്യമെമ്പാടും വേൾഡ് വൈഡ് രാജ്യങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് JCI എന്ന് പറയുന്നത്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. നമ്മുടെ ജോയിന്റ് കമ്മീഷൻ 8 കാറ്റഗറിയിൽ പെടുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ 3 വർഷം കൂടുമ്പോൾ നമ്മുടെ JCIയുടെ സർവേയർമാര് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് എന്താണ് നല്ല രീതിയിലുള്ള അല്ലെ ഒരു ഓൺസൈറ്റ് സർവേ നടത്തുന്നുണ്ട്, ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ JCI അക്രഡിറ്റേഷനും ജസ്റ്റ് എന്താണ് സർട്ടിഫിക്കേഷനും മാത്രമല്ല നൽകുന്നത്, നമ്മുടെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾക്ക് എന്താണ് നമ്മുടെ ഹെൽത്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക്കേഷൻസ്, അഡ്വൈസറി സർവീസസ്, എഡ്യൂക്കേഷൻസ് എല്ലാം നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? 1917 അല്ലെ JCI ജോയിന്റ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്. JCI അല്ല, ജോയിന്റ് കമ്മീഷൻ അല്ലെ ഫോം ചെയ്തത്. അതിനുശേഷം 1994 ആയപ്പോഴാണ് അല്ലെ JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ. പഠിച്ചാലേ നമുക്ക് നോക്കാം, JCI നോക്കാം. ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഫസ്റ്റും വരുന്നുണ്ട്, JCIയിലും വരുന്നുണ്ട് കേട്ടോ ഹിസ്റ്ററി ഒക്കെ. ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. Joint Commission International JCI. Joint Commission International JCI is one of the world's leading non-profit patient safety organization. എന്താണ് നമ്മുടെ ലോകത്തിലെ വേൾഡ്സിലെ ലോകത്തിലെ പ്രമുഖ നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒന്നാണ് എന്ത്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI seek a world where every patient receive the highest quality of care possible. നമ്മുടെ രോഗികൾക്ക് എങ്ങനെയുള്ള എവിടെയുള്ള രോഗികൾക്കാണ്? ഇന്ത്യയിലെ മാത്രം രോഗികൾക്കാണോ? അല്ല അല്ലെ, വേൾഡിലാണ് അല്ലെ. ആണോ? വേൾഡ് വൈഡ് ആണ് അല്ലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ്? എല്ലാ രോഗികൾക്കും സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭ്യമാകുന്ന ഒരു ലോകമാണ് അല്ലെ, ഒരു വേൾഡ് ആണ് നമ്മുടെ JCIയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ JCI അന്വേഷിക്കുന്നത്, സീക്ക് ചെയ്യുന്നത്. ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ JCI ലക്ഷ്യമിടുന്നത്. The most visible way we can chase this goal is through our accreditation programs. അപ്പൊ ഈ ഒരു ഗോൾ, ഈ ഒരു ലക്ഷ്യം നമ്മുടെ JCI എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ആ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ JCI ഇത് പ്രാവർത്തികമാക്കുന്നത്. ഓക്കെ ആണോ? JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ JCI അന്വേഷിക്കുന്നത് എന്താണ്? നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും, എല്ലാ പേഷ്യൻസിനും എന്താണ്? ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുക എന്നുള്ളതാണ് JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം നമ്മുടെ JCI പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ നിറവേറ്റുന്നത് JCIയുടെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, to the end JCI regularly publishes a demanding set of standards
that represent the most current thinking in patient safety and quality improvement. എന്താണ് രോഗികളുടെ സുരക്ഷയ്ക്കും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി JCI പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ട്രീറ്റ്മെന്റുകളില്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളില് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആണോ? പുതിയ പുതിയ ട്രീറ്റ്മെന്റുകള്, പുതിയ പുതിയ സർവീസുകളൊക്കെ ആഡ് ആവുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകളിലും വ്യത്യാസങ്ങൾ വരുത്തണ്ടേ? ആണോ? അപ്പൊ എന്താണ് നമ്മുടെ രോഗിയുടെ സുരക്ഷയും എന്താണ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി JCI പുതിയ ചിന്താഗതി, അതായത് എന്താണ് നമ്മുടെ മാറുന്ന അല്ലെ, നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് മാറുന്ന ഇതിനനുസരിച്ച് അല്ലെ ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങള്, പുതിയ പുതിയ എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ JCI പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന സ്റ്റാൻഡേർഡുകള് പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് health care organization that are able to meet these standards must undergo a comprehensive and rigorous on-site survey conducted by JCI in order to achieve accreditation. അല്ലെ എന്താണ്? അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ JCI പറയുന്ന മാനദണ്ഡങ്ങൾ അല്ലെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ കഴിവുള്ള ആരോഗ്യ പരിപാലന സ്ഥാപനത്തില് അക്രഡിറ്റേഷൻ നേടുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യണം? JCI നടത്തുന്ന സമഗ്രവും അല്ലെ കഠിനവുമായിട്ടുള്ള അല്ലെങ്കിൽ കർശനവുമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരാകണം അല്ലെ. ആ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് ഇങ്ങനെയുള്ള സർവേക്ക് വിധേയരാകാണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാണ്ട് അക്രഡിറ്റേഷൻ ലഭിക്കോ? നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരൂ? ഇല്ല. അതേപോലെ എന്താണ് JCIയുടെ ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള അല്ലെ കോംപ്രഹെൻസീവ് ആൻഡ് റിഗറസ് അല്ലെ കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരായാൽ മാത്രമാണ് ആ ഒരു ഹെൽത്ത് കെയർ സർവീസുകൾക്ക് നമ്മുടെ JCI എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ? അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണോ? JCI പറയുന്ന ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കാൻ അല്ലെ കഴിവുള്ള ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങള് എന്താണ് അവർക്ക് ആ ഒരു JCIയുടെ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി, അവർക്കത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി JCI നടത്തുന്ന സമഗ്രവും കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരാകണം. നെക്സ്റ്റ് പറയുന്നത് once accredited, organization must continue to meet our standards and are regularly assessed through periodic resurvey. അല്ലെ അവർക്ക് ഒരു തവണ അക്രഡിറ്റേഷൻ ലഭ്യമായി പിന്നെ അവരെന്ത് ചെയ്യണം? ആ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അല്ലെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം? 3 വർഷം കൂടുമ്പോൾ റീസർവേ നടത്തണം അല്ലെ. ആണോ? അതല്ലാണ്ട് ആ ഒരു ഹോസ്പിറ്റലിലുള്ള കാലത്തോളം അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നിലനിർത്താൻ സാധിക്കോ? ഇല്ല. അപ്പൊ എന്താണ്? ഓരോ 3 വർഷം കഴിയുമ്പോൾ അല്ലെ വൺസ് അക്രഡിറ്റഡ് ഒരു തവണ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷന് നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ തുടരുകയും JCIയുടെ എന്താണ് പീരിയോഡിക് റിസർവേ അല്ലെ 3 വർഷം കൂടുമ്പോഴുള്ള ആ ഒരു റിസർവേ അവര് നടത്തുകയും റെഗുലർ ആയിട്ട് നടത്തുകയും വേണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
JCI is completely independent from the organization we accredited. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന് നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് വെച്ച് എന്താണ് നമ്മുടെ JCIയുടെ പ്രവർത്തനം ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് കീഴിലാണോ വരുന്നത്? അല്ല, അല്ലേ? JCI എന്താണ്? പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോർഡാണ്, അല്ലേ? ആണോ? അല്ലേ? അപ്പൊ ആ ഒരു അംഗീകൃത ഹോസ്പിറ്റൽ, അംഗീകൃത ഓർഗനൈസേഷനിൽ നിന്നും അവര് അംഗീകാരം കൊടുത്ത, അല്ലെ, അക്രഡിറ്റേഷൻ കൊടുത്ത ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നോ ഒക്കെ എന്താണ് നമ്മുടെ JCI പൂർണ്ണമായും സ്വതന്ത്രരാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആ ഒരു പാരഗ്രാഫ് JCI എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ എന്താണ് പ്രമുഖ നോൺ പ്രോഫിറ്റ്, അല്ലെ, ഒരു ലാഭേച്ഛയും ഇല്ലാത്ത ഒരു പേഷ്യന്റ് സേഫ്റ്റി മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള, അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റി എന്താണ് സുരക്ഷിതത്വം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒന്നാണ് നമ്മുടെ JCI എന്ന് പറയുന്നത്. നമ്മുടെ JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ പേഷ്യൻസിനും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ JCIയുടെ ലക്ഷ്യം, അവരുടെ എയിം എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യം അവര് പ്രാവർത്തികമാക്കുന്നത്, അവര് നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ്? JCIയുടെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് അവര് നടപ്പിലാക്കുന്നത്. പിന്നെന്താണ്? നമ്മുടെ രോഗികളുടെ സുരക്ഷയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ JCI പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന, അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ മാറുന്ന പുരോഗതികൾ അനുസരിച്ച്, അല്ലെ, മാറ്റങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവര് സ്റ്റാൻഡേർഡുകള് പ്രസിദ്ധീകരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഈ മാനദണ്ഡങ്ങള് നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകള് പ്രാവർത്തികമാക്കാൻ എന്താണ് സാധ്യതയുള്ള, അല്ലെ, കഴിവുള്ള ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളില് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ നേടുന്നതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ JCI നടത്തുന്ന സമഗ്രവും കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകള് വിധേയരാകണം. ഓക്കെ ആണോ? അത്രേ. നെക്സ്റ്റ് പറയുന്നത് ഒരു തവണ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമായി എങ്കിൽ അവരെന്ത് ചെയ്യണം? നമ്മുടെ JCI പറയുന്ന മാനദണ്ഡങ്ങളെ, സ്റ്റാൻഡേർഡുകള് അവര് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ തുടരുകയും, അല്ലെ, അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുകയും JCIയുടെ 3 വർഷം കൂടുമ്പോഴുള്ള ആ ഒരു റീ അക്രഡിറ്റേഷൻ സർവേകൾക്ക് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വിധേയരാകുകയും വേണം. ഓക്കെ. ആ ഒരു അക്രഡിറ്റേഷൻ കൊടുത്ത ഓർഗനൈസേഷനിൽ നിന്ന് നമ്മുടെ JCI എങ്ങനെയാണ്? പൂർണ്ണമായും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് പറയുന്നത് it also works to improve the quality of care within all hospitals, not just those that are capable of meeting our accreditation standards. എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് പാലിക്കുക മാത്രമല്ല, നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുക മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്, എന്തുകൂടി ചെയ്യണം? എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് പരിചരണത്തിന്റെ ഗുണനിലവാരം, അല്ലെ, നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്ന കെയർസിന്റെ, അല്ലെ, പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും JCI പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമാണോ JCI നോക്കുന്നത്? അല്ല, അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്ന അവര് പ്രൊവൈഡ് ചെയ്യുന്ന കെയർസില് ഗുണനിലവാരമുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ?
അപ്പൊ എന്താണ് നമ്മുടെ JCI എന്താണ് ആ ഒരു ഹോസ്പിറ്റലില് JCIയുടെ എന്താണ് മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകള് പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല അവർ അസസ് ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കൂടി നമ്മുടെ JCI പ്രവർത്തിക്കുന്നു. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അവർ ഗ്ലോബൽ എക്സ്പേർട്സ് റെഗുലർലി അസിസ്റ്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഗവൺമെന്റ്സ് and the Ministry of Health as they pursue their own quality goals and patient care outcomes. എന്താണ് അപ്പൊ ഈ ഒരു നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, അവർ ആ ഒരു ക്വാളിറ്റി ഗോൾസ് ഗുണനിലവാര ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നുള്ള ആ ഒരു കെയർ ഔട്ട്കംസ് അല്ലെ, പരിചരണത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടുകളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ മുനിസിപ്പൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനൊക്കെ നമ്മുടെ JCIയുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകള് സഹായിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നിന്ന് കൊടുക്കുന്ന കെയർസിന്റെ പരിചരണം അല്ലെ കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രോഗികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസറി അല്ലെ ഉപദേശങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ JCIയുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകള് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് പിറ്റ്ഫോൾസുകൾ അല്ലെ, പോരായ്മകളുള്ളത്, ഗ്യാപ്പുകളുള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് ഇംപ്രൂവ് ചെയ്യാനുള്ളത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ JCIയുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകള് നമ്മുടെ ഹോസ്പിറ്റലിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ അത്? എന്താണ് ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ജിജിമോൾ, നെജുമ, നിവേദ്യ, ജൂലൈ, ഷെൽവി, സനില ക്ലിയർ ആണ്? ഓക്കെ, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ് വന്ന മക്കളല്ലേ, എന്നൊക്കെ അറിയാം അല്ലെ മിസ്സുമാർക്ക്. നിങ്ങളുടെ ഈ ഓക്കെ തമ്പില് ഓക്കെ എന്നുള്ള മെസ്സേജിൽ മാത്രമാണ് കേട്ടോ മിസ്സുമാർക്ക് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, അതോ ക്ലാസ് ഓൺ ആക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് പോയോ എന്നൊന്നും മിസ്സുമാർക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രമുള്ളൂ ഇവിടെ. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിച്ചോ, മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്, എല്ലാ മിസ്സുമാരും തയ്യാറാണ് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മിസ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് The Joint Commission International JCI is a US-based accreditation body dedicated to improving healthcare quality and safety around the world. അല്ലെ, എന്താണ് നമ്മ പറഞ്ഞു നമ്മുടെ JCI എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ബേസ്ഡ് അക്രഡിറ്റേഷൻ ബോർഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരവും അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഗുണനിലവാരവും ക്വാളിറ്റിയും സേഫ്റ്റിയിലെ സുരക്ഷിതത്വവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു US ബേസ്ഡ് അക്രഡിറ്റേഷൻ ബോർഡാണ് എന്ത് JCI എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ അല്ലെ ഹെൽത്ത് കെയർസിന്റെ ക്വാളിറ്റിയും ഗുണനിലവാരവും സുരക്ഷിതത്വവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു US ബേസ്ഡ് നോൺ പ്രോഫിറ്റബിൾ എന്താണ് നോൺ പ്രോഫിറ്റബിൾ അക്രഡിറ്റേഷൻ ബോർഡാണ് JCI എന്ന് പറയുന്നത്. The Joint Commission strives to continuously improve the safety and quality of care provided to the public through the provision of healthcare accreditation services that support performance enhancement in healthcare organization. അല്ലെ, എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുള്ള ആ ഒരു പെർഫോമൻസ്, ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ
പ്രകടനം അല്ലെ, നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങള്, അവർക്ക് കൊടുക്കുന്ന സർവീസുകള്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെ, അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നതിലൂടെ നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന് നൽകുന്ന കെയേഴ്സിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു JCI സഹായിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ മിസ് പറയാം. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസുകൾ അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോമൻസ്, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്, പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ, ആണോ? പ്രകടനങ്ങൾ, അവിടുത്തെ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തരുന്ന അല്ലെ പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റുകള്, കെയേഴ്സ്, അവിടുന്ന് കൊടുക്കുന്ന സർവീസുകളൊക്കെ അതിൽ പെടുന്നുണ്ടോ? ഓപ്പറേഷൻസ്, അനസ്തേഷ്യ, ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയേഴ്സ് അല്ലെ, മരുന്നുകള് എല്ലാം പെടുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകളില് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന് ആ ഒരു ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നതിലൂടെ നമ്മുടെ പബ്ലിക്കിന് അല്ലെ, പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് നൽകുന്ന കെയേഴ്സിന്റെ പരിചരണത്തിന്റെ സുരക്ഷിതത്വവും നമ്മുടെ എന്താണ് ക്വാളിറ്റിയിലെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ? ഉണ്ടോ? ഉണ്ട് അല്ലെ? JCI പറയുന്ന സ്റ്റാൻഡേർഡുകളില് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ പറയുന്നത്, അല്ലെ? മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ മുഴുവൻ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ആ ഒരു പെർഫോമൻസിലെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ അക്രഡിറ്റേഷനിലൂടെ എന്താണ് പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തിന്റെ സുരക്ഷിതത്വവും പിന്നെന്താണ് ഗുണനിലവാരവും വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് the joint commission has maintained state of the art standard that focus on improving quality and safety of care provided by health care organization. എന്താണ് ഒരു മിനിറ്റ്. Since 1951, Joint Commission has maintained state-of-the-art standards that focus on improving the quality and safety of care provided by healthcare organization. 1951 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ എങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളാണ് അവര് കൊണ്ടുവന്നത്? സ്റ്റേറ്റ് ഓഫ് ആർട്ട് അല്ലെ, സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാല് അത്യാധുനിക രീതിയിലുള്ള, നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിന്റെ സർവീസുകൾ, ട്രീറ്റ്മെന്റുകളൊക്കെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ? ആണോ? ആണോ? ആണ് അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള അത്യാധുനിക രീതിയിലുള്ള സ്റ്റാൻഡേർഡുകളാണ് നമ്മുടെ JCI കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അത്യാധുനിക രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരുന്നത്? ഫോക്കസ് ഓൺ അല്ലെ, ഈ സ്റ്റാൻഡേർഡ് എന്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നൽകുന്ന എന്താണ് പരിചരണത്തിന്റെ ക്വാളിറ്റിയിലെ ഗുണനിലവാരവും സുരക്ഷിതത്വമാണ് JCIയുടെ ഈ സ്റ്റാൻഡേർഡുകൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ,
1951 മുതൽ 51 എന്താണ് നമ്മുടെ ജെസ്സി എങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളാണ് നിലനിർത്തുന്നത്? സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വെച്ചാൽ അത്യാധുനിക രീതിയിലുള്ള സ്റ്റാൻഡേർഡുകളാണ് നമ്മുടെ ജെസ്സിയെ നിലനിർത്തുന്നത്. ഈ സ്റ്റാൻഡേർഡുകൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ഡാറ്റ ഫോക്കസ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷിതത്വത്തിലേക്കുമാണ് ഈ സ്റ്റാൻഡേർഡുകൾ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെയാണോ? തിരിച്ചും മറിച്ചും ക്വാളിറ്റിയും സേഫ്റ്റിയും തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഈ കോംപ്രഹെൻസീവ് അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ജെസ്സിയുടെ അക്രഡിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രഹെൻസീവ് ആൻഡ് വിഗറസ് ആണ് അല്ലെ, സമഗ്രവും കർശനമായിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ് ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇറ്റ്സ് കോംപ്രഹെൻസീവ് അക്രഡിറ്റേഷൻ പ്രോസസ് evaluates an organization complies with these standards and other accreditation requirements. എന്താണ് ഈ നമ്മുടെ ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകാനായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് എന്ത് വേണം? ആ ഒരു ജെസ്സിയെ പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുകയും മറ്റ് റിക്വയർമെന്റ്സുകൾ അവരുടെ ആ ഒരു ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി അവര് പാലിച്ചാൽ മാത്രമാണ് എന്ത് ലഭിക്കുള്ളൂ? നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമ്മുടെ ജെസ്സിയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് വിലയിരുത്തുന്നത് എന്താണ്? ആ ഒരു ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ ജെസ്സിഐക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് ആവശ്യകതകള് നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പാലിക്കുന്നുണ്ടോ അല്ലെ, കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ എന്നാണ് ഈ സമഗ്രമായിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ്സില് ജെസ്സിഐ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ accreditation is recognized as a symbol of quality that reflects an organization commitment to meeting specific performance standard. അല്ലെ, എന്താണ്? ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്, ആ ഒരു ഹോസ്പിറ്റലിന് ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? എന്തിനുള്ള സിമ്പൽ ആണ്? ക്വാളിറ്റിയുടെ സിമ്പൽ ആണ് അല്ലെ, ഗുണനിലവാരമുണ്ട് അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉണ്ട് എന്നുള്ള സിമ്പൽ അല്ലേ? ആണോ? കൂടാതെ എന്താണ്? ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, മാനദണ്ഡങ്ങൾ പാലിക്കാൻ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രതിജ്ഞാബദ്ധരാണ് അല്ലെ, അവര് തയ്യാറായിരിക്കണം എന്ന് കാണിക്കുന്നതിനുള്ള ഒരു സിമ്പൽ കൂടിയല്ലേ ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ ജെസ്സിയുടെ റിക്വയർമെന്റ്സുകൾ പാലിക്കണം അല്ലെ, എങ്കിൽ മാത്രമല്ലേ ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുള്ളൂ. അവര് ജെസ്സിയുടെ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകൾ അവർ സ്റ്റോപ്പ് ചെയ്യോ ഹോസ്പിറ്റലിലെ പെർഫോമൻസിൽ? ഇല്ല അല്ലേ, അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ സിമ്പല് എന്താണ്? നമ്മുടെ ജെസ്സിഐ പറയുന്ന സ്റ്റാൻഡേർഡുകള് അല്ലെങ്കിൽ മറ്റ് ആവശ്യകതകൾ അല്ലെ, ജെസ്സിയുടെ അക്രഡിറ്റേഷന് വേണ്ടി നമ്മുടെ ജെസ്സിഐ പറയുന്ന മറ്റ് ആവശ്യകതകള് അവര് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെ, അവർക്ക് ഏത് സമയത്തും അവരത് നിറവേറ്റണം എന്നുള്ള ആ ഒരു തത്വത്തില് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിമ്പലാണ് ജെസ്സിയുടെ അക്രഡിറ്റേഷൻ സിമ്പൽ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന കെയർസ് ക്വാളിറ്റി ഉള്ളതും അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതുമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സിമ്പലും കൂടിയാണ് അല്ലെ. ആണോ? അല്ലേ? അല്ലേ? നമ്മുടെ നാട്ടില് ഹോസ്പിറ്റലിൽ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ എന്താണ് ഫോറിനേഴ്സ് വരുന്നുണ്ടോ?
പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാ അവര് വരുന്നത്? നമ്മുടെ ആസ്റ്റർ മെഡ്സിറ്റിക്കൊക്കെ എന്താണ് ജെസ്സിയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായതാണ് അല്ലെ? അപ്പൊ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയില് എന്താണ് നമ്മുടെ ഈ ഒരു ആസ്റ്റർ മെഡ്സിറ്റി അല്ലെങ്കിൽ അഹല്യ ഹോസ്പിറ്റൽ, ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിനൊക്കെ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞതുകൊണ്ടല്ലേ അവര് വരുന്നത് അല്ലേ? ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആണ്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതാണ് അല്ലേ? ആണോ? അതുകൊണ്ടല്ലേ ഫോറിനേഴ്സ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന ഒരു സിമ്പിള് കൂടിയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to earn and maintain the Joint Commission Board the seal of approval, an organization must undergo a rigorous on-site survey by Joint Commission team at least every 3 years. എന്താണ് നമ്മുടെ ആ ഒരു ജോയിന്റ് കമ്മീഷന്റെ ആ ഒരു അക്രഡിറ്റേഷൻ, അതായത് അവര് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് വിലയിരുത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നതിനെയാണ് ഗോൾഡ് സീൽ അപ്രൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗോൾഡ് സീൽ അപ്രൂവല് നമുക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും അത് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടും എന്താണ് ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മുടെ ജോയിന്റ് കമ്മീഷന്റെ എന്താണ് കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി വിധേയമാകണം. ഓക്കെ, ഓക്കെ ആണോ? എന്താണ് നമ്മുടെ ജോയിന്റ് കമ്മീഷന്റെ ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെ ലഭ്യം, അതായത് ഗോൾഡ് സീൽ അപ്രൂവൽ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുക. ആ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പൊ 2025 ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 25 കഴിഞ്ഞ് 28 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ അവർക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണ്ടേ? അക്രഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യൂര് ഇല്ല അല്ലേ? അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? ആണോ? കൊണ്ടുപോകണം അല്ലെ? അപ്പൊ അതിനു വേണ്ടി അവർക്ക് അത് തുടരുന്നതിന് വേണ്ടിയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ, നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടും ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ ജെസ്സിയുടെ സമഗ്രവും പിന്നെ എന്താണ് കർശനമായിട്ടുള്ള എന്താണ് ഓൺസൈറ്റ് സർവേകൾക്ക് ഓരോ 3 വർഷം കഴിയുമ്പോഴും ഇവര് ഈ ഒരു ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരാകണം. ഓക്കെ, ക്ലിയർ ആണോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.